വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടിയോ മൈദയോ ഗോതമ്പ് പൊടിയോ ബ്രെഡോ ഒന്നും തന്നെ ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെള്ളക്കടല ഉപയോഗിച്ചിട്ടാണ്. വെള്ളക്കടല ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാ 1 കപ്പ് വെള്ളക്കടല ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 8 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്തെടുത്തിരിക്കുന്നതാണിത്. ഇതിപ്പോൾ ഏകദേശം 3 കപ്പിൻ്റെ അടുത്തൊക്കെ കാണും. നിങ്ങൾക്ക് ഒന്നുകിൽ ഓവർനൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 8 മണിക്കൂറോ കുതിർത്തെടുക്കാം. അതിലെ വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സറിൻ്റെ ജാറിലാണ് ഇട്ട് അരക്കുന്നതെങ്കിൽ ഒരുപാട് അരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്. ജീരകത്തിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല വേണ്ടത്. ഇതുപോലെ ഒരല്പം തരിതരിപ്പായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ നല്ലൊരു ബൈൻഡിങ് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ബേക്കിംഗ് സോഡ ചേർത്ത് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ലപോലെ പൊന്തി വരാൻ സഹായിക്കും. ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഒരു ബേക്കിംഗ് സോഡയും കടലപ്പൊടിയും നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആവശ്യത്തിന് വലുപ്പത്തിലുള്ള ഉരുള എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ പരിപ്പുവടയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ്. ഈ ഒരു ഷേപ്പ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്, സാധാരണ ബോൾസ് പോലെ. അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അരികുകൾ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. എന്നിട്ടിത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ അനക്കാതെ വെക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇതിന് ആകെപ്പാടെ സമയമെടുക്കുന്നത് ആ ഒരു വെള്ളക്കടല കുതിർത്തെടുക്കാനുള്ള സമയം മാത്രമാണ്. ബാക്കിയുള്ള പ്രിപ്പറേഷനായാലും ഉണ്ടാക്കാനായാലും ഒട്ടും സമയം എടുക്കില്ല. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ എന്നാൽ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.